ടൈമായി ഗൈസ് ഫോർ ലാലേട്ടൻ ഹൃദയപൂർവ്വം. ലാലേട്ടൻ തൂക്കി മക്കളെ, അതിൽ നോ ഡൗട്ട്. ഹൃദയപൂർവ്വം വാട്ട് എ നൈസ് ഫീൽ ഗുഡ് മൂവി വിത്ത് എ ഗുഡ് ഹാപ്പി എൻഡിങ്. എന്താ പറയുക, ഒരു സ്റ്റാർട്ട് ടിൽ എൻഡ്, ഒരു ഫാമിലി കോമഡി ഡ്രാമ. ഒരുപാട് ഇമോഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് സ്റ്റോറി നറേറ്റ് ചെയ്ത് പോകുന്ന ഒരു പെർഫെക്റ്റ്, ഒരുപാട് നമ്മൾ കണ്ട ഒരു സത്യൻ അന്തിക്കാട് മൂവി. അതിലോട്ട് സിദ്ദീഖ്, ലാലു അലക്സ്, അങ്ങനെ ഒരുപാട് ജനാർദ്ദനൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ. അതിൽ ലാലേട്ടൻ വിത്ത് സന്ദീപ് കോപ്പോ ഒരു രക്ഷയില്ല. സന്ദീപ് ഫസ്റ്റ് ഹാഫിൽ തൂക്കി പടം. എമ്മാതിരി കോമഡി എന്ന് പറയാം സന്ദീപ് അടിച്ചു കൂട്ടുന്നത്. ഫസ്റ്റ് ഹാഫ് വാസ് ലിറ്ററലി ഒരുപാട് കോമഡീസ് ഉണ്ട്, ചിരിച്ച് ഒരു വിധവും. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ദ ഫാമിലി കണക്ഷൻ ബിറ്റ്വീൻ ലാലേട്ടൻ, മാളവിക, സംഗീത, അവരൊക്കെ ആയിട്ടുള്ള ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമായി. തിയേറ്ററിൽ നിന്ന് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു ഹൃദയപൂർവ്വം എന്ന മൂവി. ഐ ലവ്ഡ് ഇറ്റ്. ആകെ കൂടി എനിക്കൊരു തോന്നിയത്, ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലെങ്തിയാണ്, കുറച്ച് കട്ട് ചെയ്യാമായിരുന്നു കുറച്ച് സീൻസൊക്കെ. അതിൽ മീര ജാസ്മിൻ ടുവേർഡ്സ് എൻഡ് ഒരാവശ്യമില്ല. മീര ജാസ്മിൻ ഈ പടത്തിൽ ആവശ്യമേ ഇല്ല. മീര ജാസ്മിൻ പിന്നെ കുറച്ച് ലെങ്തി, റെസ്റ്റ് എവറിത്തിങ് ഈസ് ഫൈൻ. ഐ ലവ് ദ മൂവി. 2022 മകൾ വിത്ത് ജയറാം. എനിക്ക് തോന്നുന്നു ആ പടം ഫ്ലോപ്പായിരുന്നു. അതിനുശേഷം 3 വർഷത്തിന് ശേഷമാണ് സത്യൻ അന്തിക്കാട് വരുന്നത്. ആൻഡ് ഹി ഡെലിവേർഡ് എ ഗുഡ് മൂവി, എ ഡീസൻറ്റ് മൂവി. ഐ ലവ് ഇറ്റ്. ലാലേട്ടൻ 2025 തൂക്കി മക്കളെ, ഒന്നും പറയാതെ.